ചെറിയ ഗാർഡനിലെ പോട്ടി മിക്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 5 ഐറ്റംസ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. വിത്തുകൾ മുളയ്ക്കാനും എളുപ്പത്തിൽ വേരോട്ടം കിട്ടാനുമുള്ള ധാരാളം വളങ്ങൾ ചേർത്തിരിക്കുന്നതാണ് ഈ ചകിരി കമ്പോസ്റ്റ്. ഇത് നമ്മുടെ പോട്ടി മിക്സിലെ 2ാമത്തെ ഐറ്റമാണ്. ഫാമിലുള്ള നാടൻ പശുവിൻ്റെ ചാണകം തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. ഈ വെയിലത്തിട്ടൊന്നും ഉണക്കാതെ തണലത്തിട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അതിന്റെ സൂക്ഷ്മജീവികളെല്ലാം നശിച്ചു പോകും. അത് തന്നെയല്ല, അതിന്റെ കളറെല്ലാം മാറും. നമ്മളിപ്പോൾ പുറമേ നിന്ന് മേടിക്കുമ്പോൾ നമുക്കറിയാം ചാണകപ്പൊടി വെയിലത്തിട്ട് ഉണക്കിയതാണെങ്കിൽ അതിന് കറുപ്പ് കളറായിരിക്കും. ഇതുണ്ടോ, ഇതിപ്പം നോക്കി അതിന്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ തണലത്തിട്ട് ഉണക്കിയതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ. ഇത് നമ്മുടെ പോട്ടി മിക്സിലെ 3ാമത്തെ ഐറ്റമാണ്. നമ്മുടെ ഫാമിലെ തന്നെ മണ്ണാണ്. നല്ല വളക്കൂറുള്ള നല്ല മേൽമണ്ണാണിത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റൊക്കെ, പശുവിൻ്റെയൊക്കെ വേസ്റ്റ്, മൂത്രവും ചാണകമൊക്കെ ഒഴുകി പോകുന്ന വേസ്റ്റൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു മണ്ണാണ്. ഇപ്പം പലർക്കും മണ്ണ് കിട്ടാത്ത ഒരവസരത്തിൽ നമ്മളിപ്പോൾ ഈ പോട്ടി മിക്സിൽ ഈ മണ്ണും കൂടി ആഡ് ചെയ്തേക്കുവാണ്. ഇത് വെജ് നോൺ വെജ് ഭക്ഷണങ്ങളിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കി പൊടിച്ച് പൗഡർ ഫോമിലാക്കിയതാണ്. ഇതിൽ ധാരാളം മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വേരുകളുടെ വളർച്ചയ്ക്കും ചെടികൾ തഴച്ചു വളരാനും കായകൾ നല്ലപോലെ പിടിക്കാനും ഫുഡ് കമ്പോസ്റ്റ് മികച്ചതാണ്. പക്ഷേ ചൂട് കൂടുതലുള്ളത് കൊണ്ട് നേരിട്ട് ഇത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് മറ്റ് മിശ്രിതങ്ങളിൽ കൃത്യമായി ചേർത്ത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. ഇത് കടൽ കക്കപ്പൊടിയാണ്. കടലിലെ ധാരാളം മിനറൽസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചെടിയുടെ വളർച്ചയ്ക്ക് നന്നായി സഹായിക്കും. മണ്ണിൻ്റെ pH ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. കടൽ കക്കപ്പൊടി ഇട്ടാൽ മണ്ണിൻ്റെ pH 7 നിലനിർത്താനും വേഗത്തിൽ സാധിക്കും. പിന്നെ കുമ്മായമോ ഡോളമെറ്റോ മറ്റൊന്നും ഉപയോഗിക്കേണ്ടതില്ല. ഈ 5 മിശ്രിതങ്ങളും കൃത്യമായി ചേർത്താണ് നമ്മുടെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. ഇത് ചട്ടിയിൽ നിറയ്ക്കുന്ന സമയത്ത് കുറച്ച് മണ്ണ് കൂടി ചേർത്താൽ കൂടുതൽ ചട്ടികളിൽ നമുക്ക് ഈ മിക്സ് ഉപയോഗിക്കാൻ പറ്റും. മണ്ണ് കിട്ടാത്തവർ ചട്ടിയുടെ അടിയിൽ കരിയിലയോ ചകിരിയോ ഒക്കെ വെച്ചാലും കൂടുതലായി നമുക്ക് ഈ മിക്സ് ഉപയോഗിക്കാം. ചട്ടിയിൽ നിറയ്ക്കുമ്പോൾ പകുതിക്ക് മുകളിൽ വരുന്ന ഭാഗത്തെ മിക്സിൽ ഗ്രീൻ ഗ്രാസ് വളവും ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരു വിളവ് കഴിഞ്ഞാലും അതിൽ തന്നെ വീണ്ടും തൈകൾ നടാം. ഫ്രൂട്ട് പ്ലാന്റുകൾ നടുമ്പോഴും വളപ്രയോഗം നടത്തുമ്പോഴും ഈ പോട്ടി മിക്സ് കൂടി ചേർത്താൽ വേഗത്തിൽ വളർച്ച കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഈ പോട്ടി മിക്സ് കൂടി ഇട്ട് ചെടികളും പച്ചക്കറികളും നട്ടു നോക്കാം. ഫലമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചെടികൾക്ക് ചേർത്താൽ മതി. പൂക്കാനും കായ്ക്കാനും ചെറിയ ഗാർഡൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാം, അറബി, ഉളിക്കൽ, കണ്ണൂർ.